ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നാടൻ റെസിപ്പീസും അതുപോലെ തന്നെ വിറകടുപ്പിലെ പാചകവും കൂടിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം നല്ലോണം റീച്ചും ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് മില്യൺ വ്യൂസ് പോയിട്ടുള്ള വീഡിയോയും കൂടിയാണ് എൻ്റേത്. അപ്പോൾ നമുക്ക് ഒരു ഉച്ചത്തെ ലഞ്ചൊക്കെ ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ അടുപ്പ് കത്തിച്ചത് കാണിച്ചിട്ടില്ല, ഞാൻ അതിനൊക്കെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴിതാ കലത്തിൽ ഞാൻ വെള്ളം വെച്ചെടുത്തു, നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മട്ട അരിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിക്കലത്തിൻ്റെ മുകളിലായിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാൻ കേട്ടോ. അത് എന്തിനാണ് വെച്ചതെന്ന് ചോദിച്ചാൽ, നമുക്ക് അരി തിളച്ച് വരുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ ഇത് ചൂടായി കിട്ടും. ആ ഒരു വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കറികൾക്ക് നമുക്ക് ഈ ഒരു വെള്ളം ചൂടുവെള്ളം യൂസ് ചെയ്യുകയും ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ അരിക്കലത്തിൻ്റെ മുകളിൽ വെള്ളം വെച്ചതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം വെച്ചത്. പിന്നെ ഇതാ നെത്തോലി മീനും മത്തിയും ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ നെത്തോലി മീനിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ടാണ് കറി വെക്കാനായിരുന്നാലും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ചില സമയങ്ങളിൽ മാറ്റാറില്ല, അങ്ങനെ തന്നെ എടുക്കുകയും ചെയ്യും. അതൊക്കെ ഓരോ മൂടനുസരിച്ചിരിക്കും. അപ്പോൾ ഇതാ ഒരു അരി ഏകദേശം ഒന്ന് ഹാഫ് കുക്കായതിന് ശേഷമാണ് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ കിടന്ന് വീണ്ടും ഒന്ന് കുക്കായിട്ട് കിട്ടും. പിന്നെ ഇതാ അവിയലിനുള്ള പച്ചക്കറികളാണ്. നമ്മുടെ കയ്യിൽ എന്ത് പച്ചക്കറി ഉണ്ടോ അതെല്ലാം ഞാൻ ഒന്ന് കട്ടെടുക്കും. നമ്മൾ അവിയലിന് ഏതൊക്കെ പച്ചക്കറി ഇടുന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം, അതൊന്ന് കുക്കായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മത്തിയാണ് എടുത്തുള്ളത്, ചാളയെന്നും മത്തി എന്നൊക്കെ പറയും. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും പിന്നെ ഇത് ഞാൻ കാശ്മീരി മുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക, ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ ഞാൻ അവിയലിനുള്ള അരപ്പാണ് ഇനി ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി 2-3 പച്ചമുളക് വളരെ കുറച്ച് മാത്രം ജീരകവും കൂടെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് ഈ ഒരു പാകത്തിനാണ് നമ്മൾ അവിയലിനെ എപ്പോഴും ചതച്ചെടുക്കാനായിട്ട്. നമ്മൾ തോരൻ്റെ ആ ഒരു പാകത്തിന് ചതച്ചെടുക്കാനും പാടില്ല, എന്നാൽ ഒരുപാട് അരിഞ്ഞു പോകാനും പാടില്ല. അതാണ് ഒരു അവിയലിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതാ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു ദിവസം പവർ ഓഫ് ആയിരുന്നു കേട്ടോ, കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മിയിൽ അരയ്ക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് വെച്ച സമയത്ത് തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിക്സിയിലോട്ട് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ജീരകവും ചേർത്ത് ഇതൊരു കറി പോലെ ഞാൻ ഒന്ന് വെക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ പെട്ടെന്ന് ഈ നെത്തോലി മീനൊക്കെ കിട്ടുന്ന സമയത്ത് രസമൊക്കെ വെക്കാൻ നമ്മൾ സാധാരണ നെത്തോലി വറ്റിച്ച് വെച്ചിട്ട് രസവും കൂടെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഒരു രസം വെക്കാൻ മടിയുള്ള ദിവസം ഇങ്ങനെ ചെയ്യാനായിട്ടോ ചെയ്യുന്നത്. കുറച്ച് ജീരകം ചേർത്ത് ചെറു മീനുകൾക്കൊക്കെ വളരെ കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് ജീരകം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ ആ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. കുടംപുളിക്ക് പകരമായിട്ട് വാളംപുളി ചേർക്കാം. എനിക്ക് കുഴപ്പമില്ല കേട്ടോ കുടംപുളിയുടെ ആ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ കുറേ വർഷമായിട്ട് ആ കുടംപുളി ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് ഓക്കെയാണ്. നമ്മുടെ ട്രിവാൻഡ്രം ഭാഗക്കാർക്ക് വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെടാത്തൊരൈറ്റം കേട്ടോ ഈ കുടംപുളി എന്ന് പറയുന്നത്. മറ്റു ജില്ലക്കാർക്ക് വാളംപുളി അത്രയ്ക്ക് അങ്ങ് ദഹിക്കില്ല. അപ്പോൾ രണ്ടും പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് രണ്ടും ഓക്കെ ആയതുകൊണ്ട് ഞാൻ അതിൽ കുടംപുളിയാണ് ചേർത്ത് കുടംപുളിയും കുറച്ച് പച്ചമുളകൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനിടയ്ക്ക് തന്നെ ഒരു പച്ചക്കറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൈരൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ റൈസൊന്നും കുക്കായിട്ടുണ്ടോ എന്ന് നോക്കിയതാണേ. അപ്പോൾ ഒന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് കാവാനുണ്ട്. മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മളിവിടെ വെള്ളക്കറി വെക്കുകയെന്നും പറയും കേട്ടോ, ഈ ഒരു മീനിട്ടിട്ട് വെള്ളക്കറി വെക്കുകയെന്നും പറയും. അപ്പോൾ കാശ്മീരി മുളക് പൊടിക്ക് പകരം നല്ല എരിവുള്ള മുളക് പൊടി വളരെ ലൈറ്റായിട്ട് ചേർത്തിട്ട് ജസ്റ്റ് ഒരു മഞ്ഞ കളർ, ഈ ഒരു കളറായിരിക്കും കേട്ടോ കറി. ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ അത്യാവശ്യം എരിവുണ്ട് കളറുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ എടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടിക്കാണെന്നുണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ അരിയുടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്, അതിനൊന്ന് ഊറ്റി ഒന്ന് വെക്കാൻ കേട്ടോ. കറിയിൽ നിന്ന് ഒരു 8-9 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. നെത്തോലിയല്ലേ മീൻ അങ്ങനെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ കറിയിൽ ഡയറക്റ്റായിട്ട് കലക്കി വെച്ചതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മീൻ ഇനി കാണൂല വെള്ളമായിട്ടുണ്ടാവും. അങ്ങനെയൊന്നും എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കിതുവരെ മീൻ അങ്ങനെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല ഫ്രഷ് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊടിഞ്ഞു പോകില്ല, അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ദോശച്ചട്ടിയാണ് കേട്ടോ, ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ചട്ടിയാണ്. എല്ലാവരും ചോദിച്ചത് അപ്പച്ചട്ടിയില്ല ദോശച്ചട്ടിയല്ലേ നിങ്ങൾ എന്തിനും മീൻ പൊരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പുകക്കുഴൽ കാണിച്ചപ്പോൾ അതിനും കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിനാ പുകക്കുഴൽ കാണിക്കുന്നതെന്ന് ജസ്റ്റ് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മളെല്ലാം കാണിക്കുന്നില്ല, അതിനുവേണ്ടി വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ അടുപ്പിനെ കുറിച്ച് കുറേ ആൾക്കാർ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതെന്തടുപ്പാണ് അങ്ങനെ. ഇത് ആലുവ അടുപ്പാണ്. ഞാനിത് ഈ ഒരു വീട് പണിത സമയത്ത് നമ്മൾ ചെയ്ത ഒരു അടുപ്പാണ് കേട്ടോ. 8 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ അടുപ്പ് നമ്മളിവിടെ വെച്ചിട്ട് തന്നെ.
അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇത് യൂസ് ആക്കുള്ളൂ. വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അടുപ്പിൻ്റെ സഹായം തന്നെയാണ് തേടുന്നത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ കുക്കായൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.